പോസ്റ്റ് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അത്തരം ഒരു പോസ്റ്റ് ഇടാനുള്ള ഒരു പ്രചോദനം എന്താണ് ഷിലുമായ ഒരു വിഷമം എന്താണ്? അത് സത്യത്തിൽ അതിനെ ദയവ് ചെയ്ത് മീഡിയസ് വേറൊരു രീതിയിലും അതിനെ വളച്ചൊടിക്കരുതെന്നാണ് എൻ്റെ ഒരു എളിമയോടെയുള്ളൊരു അഭ്യർത്ഥന. അത് ഞങ്ങളുടെ ഒരു വിഷമം മാത്രം ഞാൻ അവിടെ രേഖപ്പെടുത്തിയതാണ്. കാരണം ഈ സിനിമയിലും ഒരു 10-40 ആർട്ടിസ്റ്റുകളോളം വന്നിട്ടുണ്ട്. അപ്പം അവർ 3 സിനിമ ആൾക്കാർ അവരുടെ പടത്തെ തീർച്ചയായിട്ടും പ്രൊമോട്ട് ചെയ്യണം. അവരുടെ ഐക്യദാർഢ്യം, അവരുടെ ഫ്രണ്ട്ഷിപ്പൊക്കെ അവർ കാണിച്ചു. അതിലൊരു തെറ്റുമില്ല, അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ അതിനോടൊപ്പം ഞങ്ങളുടെ ഈ പടവും അവർ ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്ത് ഞങ്ങളുടെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും ഓണത്തിനിറങ്ങുന്ന മറ്റു പടങ്ങൾക്കും ഒരാശംസ പറയുമെന്ന് എന്നെപ്പോലെ തന്നെ എൻ്റെ പടത്തിൽ അഭിനയിച്ച് എല്ലാവരും ഒന്ന് ആഗ്രഹിച്ചു പോയായിരുന്നു. അതിൻ്റെ ഒരു വിഷമം എല്ലാവരും രേഖപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ അത് എല്ലാവരുടെയും പ്രതിനിധിയായിട്ട് നിന്നിട്ട് ഞാനത് അറിയിച്ചു എന്നേ ഉള്ളൂ. അതിനെപ്പറ്റി ഇനിയൊരു ഡിസ്കഷൻ ഇവിടെ ആവശ്യമില്ല. അത് അവിടെ തീർന്നു. അതിനെപ്പറ്റി വേറൊരു രീതിയിലും വളച്ചൊടിക്കരുത് എന്നാണ് എൻ്റെ ഒരു വലിയ അഭ്യർത്ഥന. അതിനെ ഞാൻ ഇട്ട പോസ്റ്റിൽ എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ദയവ് ചെയ്ത് ആരും ചിന്തിക്കേണ്ട. വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ അത്. ആക്ച്വലി അത് ഉദ്ദേശിച്ചത് എന്താ വെച്ചാല്, ഇപ്പൊ ഈ ഇറങ്ങുന്ന ഓണത്തിന് ഇറങ്ങുന്ന 6 സിനിമയുണ്ട്. ഈ 6 സിനിമയില് ഏറ്റവും പവർ ആയിട്ടുള്ളത് അവരാണ്. വലിയ പ്രൊഡക്ഷൻ കമ്പനി അല്ലെങ്കിൽ ഇപ്പോ യൂത്ത് ആയിട്ട് ഇപ്പൊ ഹിറ്റ് അടിച്ചിട്ട് നിൽക്കുന്ന ഇത്. അപ്പൊ ഇവര് 3 ആള് ഫോക്കസ് ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് ഓട്ടോമാറ്റിക്കലി ഭയങ്കര റീച്ച് വരും. അപ്പൊ അതിന്റെ ഇടയിൽ ഞങ്ങളുടെ ചിത്രത്തിന്റെ പേര് പറയണമെന്ന് പോലും ഞങ്ങൾക്ക് പേര് പറഞ്ഞ സന്തോഷം. മറ്റു ചിത്രങ്ങളൊന്നും കൂടി പറയുകയായിരുന്നെങ്കിൽ അത് ഓക്കെ. അല്ലെങ്കിൽ ഓണ ചിത്രങ്ങൾ ഇത് മാത്രം എന്ന് ഓഡിയൻസിലേക്ക് അത് ശ്രദ്ധ വരും. കാരണം ഇത് കണ്ടിട്ട് എന്നെ 1-2 പിള്ളേർ വിളിച്ചിട്ട് നിങ്ങൾ റിലീസ് ഇല്ലേ എന്ന് ചോദിച്ചു. ഈ പടങ്ങൾ മാത്രമാണല്ലോ പറഞ്ഞോളൂ. പിന്നെ എന്താ പറയാ, മെയിൻ സ്ട്രീമിൽ അല്ലെങ്കിൽ ലൈവായിട്ട് നിൽക്കുന്ന ഇവര് 3 പേരും കൂടിയിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന ഫോക്കസ് വേറെയാണ്. ഇപ്പൊ റഹ്മാൻ സാറിന്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ റഹ്മാൻ സാറിനെയും കൂടി കൊളാബ് ചെയ്തിട്ട് അതിലൊരു വീഡിയോ ഇടാം. ബാക്കി ആക്ടേഴ്സിനെയും കൂടിയിട്ടൊക്കെ ആകുമ്പോൾ അതൊരു കൂട്ടായ്മയാവും. നമ്മൾ കൂട്ടായ്മയിലൂടെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഞങ്ങൾക്ക് അതൊരു വിഷമമായി, ഞങ്ങളുടെ ഒരു വേദനയാണ്. ഒന്നാമത് പല സെന്റേഴ്സിൽ ഞങ്ങൾക്ക് ഷോസ് ഒക്കെ കുറവാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഇങ്ങനെയും കൂടിയിട്ടൊക്കെ വരുമ്പോൾ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് എഫർട്ട് എടുത്തിട്ടല്ല എല്ലാവരും സിനിമ ചെയ്യുന്നത്. അപ്പോ അങ്ങനെ ഒരു 3 പേര് ഒറ്റയ്ക്ക് 3 പേര് കൂടി ഒരു കാര്യം ചെയ്തപ്പോ അല്ലെങ്കിൽ ഞങ്ങൾ കൂടിയിട്ട് ഉൾപ്പെടുത്താമായിരുന്നു എന്ന് നമ്മുടെ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ? ആ ഒരു ആഗ്രഹമാണ് ആ പോസ്റ്റ്. അത് ഈ പവർ ഗ്രൂപ്പ് എന്ന് ഉദ്ദേശിച്ചത് ഇങ്ങനെയൊക്കെയാണ്. ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരും പവർ ഗ്രൂപ്പ് എന്ന് എഴുതിയിട്ട് കടയിട്ടിട്ട് ഇരിക്കണവരല്ല, അല്ലെങ്കിൽ ഇരിക്കണവരല്ല ഈ പവർ ഗ്രൂപ്പ്. ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ ചെയ്യണ പ്രവർത്തിക്കുന്നത് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് പറഞ്ഞ ഒരു ദ്രോഹമാണത്. ദ്രോഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും കുറെ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടാം ഈ 3 സിനിമകൾ മാത്രം ഓണത്തിനുള്ളത്. അപ്പൊ അത് ഒന്ന് ക്ലിയർ ചെയ്തു എന്ന് മാത്രമേ ഞങ്ങൾ വേദന പറഞ്ഞു എന്ന് മാത്രം. ഇപ്പൊ ആസിഫ് ഒരു ഇന്റർവ്യൂല് പറഞ്ഞു അവരങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് അത് ഓക്കെയാണ്. പക്ഷെ ഞങ്ങളുടെ ഒരു വിഷമം ആ നേരത്ത് ഞങ്ങളൊന്ന് എക്സ്പ്രസ് ചെയ്തു എന്ന് മാത്രം, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോയിന്റ് അതാ പറഞ്ഞത്. അതായത് ഈ വലിയ ചിത്രങ്ങള് ഓൾറെഡി ഇവർ കോടിക്കണക്കിന് രൂപ പ്രൊമോഷന് മുടക്കുന്നുണ്ട്. അതിന്റെ കൂടെ ഇങ്ങനെ ഇവരെ ഒന്നിച്ചിട്ട് ഒരു ഇത് ചെയ്യുമ്പോൾ മാസമായിട്ടുള്ള ഒരു പ്രൊമോഷൻ അവർക്ക് കിട്ടും. അതിന്റെ കൂടെ നമ്മുടെ പേര് പറഞ്ഞ മറ്റു ഓണ ചിത്രങ്ങളും കൂടി ഉണ്ട് എന്നെങ്കിലും മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം അവിടെ വരില്ലായിരുന്നു. അപ്പൊ വലിയ ചിത്രങ്ങളുടെ ഇടയിൽ നമ്മൾ മറ്റേ കുഞ്ഞു പടങ്ങൾ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അവർക്കും കിട്ടുന്ന ഒരു നല്ല കാര്യമാണല്ലോ അത്. അല്ല, എനിക്ക് പേടിയില്ല. പക്ഷെ നമ്മുടെ ഒപ്പം എന്താ പറയാ, നമ്മളിത് ഒരുപാട് ആഗ്രഹിച്ച ഒരു മാസീവ് ഇമ്പാക്ട് അല്ലെങ്കിൽ മാസീവ് തിയേറ്റർ ഒക്കെ കിട്ടുന്ന ആഗ്രഹിച്ചിട്ട് കൂടിയിട്ടാണ് ഈ പടം ചെയ്തത്. അപ്പൊ അത്ര കിട്ടാത്തതിന്റെ ഒരു ചെറിയ വിഷമമുണ്ട്. ഇങ്ങനെ ഒരു പോസ്റ്റർ ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ അതൊരു പ്രൊമോഷണൽ ടൂളായിട്ട് ഉപയോഗിക്കുന്ന രീതിയിൽ കമന്റ്സിലൊക്കെ കാണുന്നുണ്ട്. അല്ല, കമന്റ്സിലെ ആളുകൾക്ക് എന്ത് വേണമെങ്കിലും പറയും. ഇപ്പൊ ഞാൻ വണ്ടി ഇടിച്ചിട്ട് ഇവിടെ കിടന്നാ പറയാം അത് മാർക്കറ്റിംഗ് ആന്ന് പറയും. അതാണ് ആളുകള്. നാളെ അവരുടെ പടം റിലീസാണ്, അതുകൊണ്ട് പുതിയ പബ്ലിസിറ്റി സ്റ്റാൻഡാന്ന് പറയുന്നത്. അതാണ് ജനം. അല്ലെങ്കിലും വിഷമം കൊണ്ടാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്ന. ഞാൻ പറയട്ടെ, ഇവര് ഇപ്പൊ ടോവിനോ, ആസിഫ് അലി, പെപ്പെ, ഇവര് 3 ആൾ എന്റെ സിനിമയുടെ ഒന്നും പേര് പറഞ്ഞേക്കാൻ ഞാൻ ആഗ്രഹിക്കില്ലേ? അല്ലെങ്കിലും നമ്മളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് എത്രത്തോളം ആളുകൾ കാണുമെന്ന് പറയാൻ പറ്റത്തില്ല. സോ അല്ല, ഞാനോ തന്നെ പറഞ്ഞ ഇവര് വീഡിയോ ചെയ്യുമ്പോഴും അതിന്റെ റീച്ച് ഭയങ്കരമാണ്. ഇവര് 3 പേര് കൂടിയിട്ട് വീഡിയോ ചെയ്യുമ്പോൾ ഓക്കെ, അപ്പം എത്രത്തോളം ആളുകൾ കാണുമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം ഇവര് അത്യാവശ്യം സ്റ്റാർസ് ആണ് 3 പേരും. ഇവരോട് നേരിട്ട് ഈ സങ്കടം ആദ്യമേ അറിയിക്കാൻ ശ്രമിച്ചിരുന്നോ? എന്നിട്ടാണോ ഈ പോസ്റ്റ് ഇട്ടത്, അതോ എങ്ങനെയാണ്? അല്ല, വീഡിയോ അത് ഞങ്ങൾക്ക് അയച്ചു തന്നിട്ടില്ലല്ലോ.
ഓക്കെ. അപ്പം അപ്പൊ നമ്മളും അതേപോലെ അവര് പബ്ലിക് ആയിട്ടാണ് ആ സാധനം പറഞ്ഞത്, അപ്പൊ ഞാൻ പബ്ലിക് ആയിട്ട് ഭയങ്കര കോയിൻസിഡൻസ് ആയിട്ട് വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഈ ഞാനൊരു സത്യം പറയുകയാണെങ്കിൽ അതൊന്നും ഞാൻ കണ്ടില്ല. മമ്മൂക്കയുടെ ഫോട്ടോസോ ഇല്ല വേറെ ആരും അഭിനയിക്കുന്നൊന്നും ഞാനിത് കണ്ടിട്ടില്ല. ഞാൻ ആക്ച്വലി കാണാണ്ടിരുന്നത് തന്നെ ഈവൻ സിനിമകൾ പോലും ഞാൻ കണ്ടില്ല. കാരണം ഇൻസ്പയർ ആവാണ്ടിരിക്കാൻ, ചിലപ്പോൾ നമുക്ക് ഇൻസ്പയർ ആയി കഴിഞ്ഞാൽ നമ്മൾ അറിയാണ്ട് അവരെ പോലെ അഭിനയിക്കാൻ തുടങ്ങും, അവരെ പോലെ നടക്കാൻ തുടങ്ങും. സോ കുറച്ച് നാളത്തേക്ക് ഞാൻ അതൊന്നും ചെയ്യാണ്ട് തന്നെ, പക്ഷേ ഈ പടത്തിന് ഈ കഥയ്ക്ക് ഈ ക്യാരക്ടർ ആൻഡപ്പൻ എന്നുള്ളൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. ഒരു ആൻഡപ്പൻ്റെ ക്യാരക്ടറിലേക്ക് എന്തെങ്കിലും ഒരു ഡിഫറൻസ് ചെയ്യണം എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ പേരക്കുട്ടി മൈ ഗ്രാൻഡ് സൺ അവൻ്റെ മുടി കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ അവനൊരു ബാബർ സലൂൺ കൊണ്ടുപോയിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് അവൻ ഇരിക്കുന്നില്ല. അപ്പം ബാബർ ഒരുപാട് കഷ്ടപ്പെട്ടു അവനെ മുടി മുറിക്കാൻ. അപ്പം ശരിയായില്ല, അവിടെ എവിടെയൊക്കെ ബിറ്റായിട്ട് വന്നു. പക്ഷെ ആ സ്റ്റൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഈ ക്യാരക്ടറിന് ആ സ്റ്റൈൽ ചെയ്താൽ നന്നായിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ക്യാരക്ടർ അതേ ബാബർ കൊണ്ട് എൻ്റെ മുടി കട്ട് ചെയ്യിപ്പിച്ചത്. പിന്നെ കട്ട് ചെയ്ത് താടി വളർത്തി ശകലം വെയിറ്റ് ഒക്കെ കൊടുത്ത് ലൂസ് ബോഡിയൊക്കെ ആക്കിയിട്ട്, കാരണം ഇത് പറയുന്ന പോലെ ഒരു ദാദാ ഫീൽ കൊടുക്കണം എന്ന ഇവനൊരു ദാദയല്ല. എന്താന്ന് വെച്ചാൽ ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞു ഇവിടെ വന്നിട്ട് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു. എന്റെ അടുത്ത് ആണെങ്കിൽ ഒമർ ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സാറ് ഇവിടെ വന്നപ്പോഴാണ് അടിപൊളി. എന്നിട്ട് ഇതെല്ലാം ഇരുന്ന് ഒരു 4-ാം ദിവസം ഞാനും ടിനി ടോം ഇരിക്കും. ഇവൻ ടിനി ടോം എല്ലാവരും കൂടിയും വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ആരും സെറ്റിലൊന്നും പറയുന്നത് കേട്ടില്ല. ഞങ്ങൾ 2 പേരും ഇരുന്ന് ഒരു ഫോട്ടോ എടുത്തു. ഞാനൊരു കറുത്ത ജുബയും കൊണ്ടിട്ടിരിക്കുമ്പോൾ ആ ഫോട്ടോ വൈറലായി. അവിടെ നിന്നാണ് ഇത് തുടങ്ങിയത്. ടെർബോ ലുക്ക്, മറ്റേ ടെർബോ ജോസ് ആയിട്ട് ചേട്ടൻ അനിയനായിട്ട് വരുന്നു, ആ സിനിമയിലെ ഗസ്റ്റ് അപ്പിയറൻസ് എന്നൊക്കെയാണ് പലരും കമന്റ് റിവ്യൂസ് ഒക്കെ എഴുതിയിരിക്കുന്നത്. അപ്പോഴാണ് ഞാൻ ഇച്ചക്കയുടെ ഫോട്ടോ കാണുന്നത്. അതാണ് അതിന്റെ സത്യം. അല്ലാണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ സ്റ്റൈലിൽ കോപ്പി അടിച്ചാൽ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ ആ സ്റ്റൈൽ ചെയ്യില്ലായിരുന്നു. ഞാൻ മാറ്റി പിടിച്ചേക്കാം വേറെ എന്തെങ്കിലും. അത് സത്യം. ഇത്രയും കാലം ഈ ഹെയർ സ്റ്റൈലിൽ ഇപ്പൊ എടുക്കുന്ന ഒരു ഹെയർ സ്റ്റൈലിൽ കഴിഞ്ഞു. പക്ഷെ ഈ പടത്തിൽ പൂജ നടന്നാണ്. ഞങ്ങളൊക്കെ നേരത്തെ വന്നു. അപ്പൊ കാരാനിലിருந்து ഇറങ്ങി വരുമായിരുന്നു. ഷോർട്ട് ഹെയർ കട്ട് ചെയ്തിട്ട് വൈറ്റ് കളർ ഷർട്ട് ഇട്ട് വന്നപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം, എവിടെയോ മമ്മൂക്ക പോലെ ഉണ്ടല്ലോ അല്ലേ? ഇത് എനിക്ക് മാത്രമല്ല, ഇതൊക്കെ കൈയടിക്കാം. സംടൈംസ് ഒരു ആർട്ടിസ്റ്റ് ഒരു കഥാപാത്രത്തിൽ റെഡി ആയിട്ട് വരുമ്പോൾ ഒരു മാജിക് സംഭവിക്കും സ്ക്രീനിൽ. അന്ന് എനിക്ക് പടം പൂജയിലത് തോന്നിയത്. മമ്മൂട്ടി സാർ മാറി இருக்காருப்பா. இப்போ ட்ரெய்லர் കാണുമ്പോൾ அந்த ஒரு സ്ക്രീനിൽ அந்த ആക്ഷൻ സീക്വൻസ് ബോട്ടിൽ എടുത്ത് അടിക്കുമ്പോഴൊക്കെ എൻ്റെ വീട്ടിലിരിക്കുന്ന സാധാരണക്കാരല്ലേ, ഇല്ല റഹ്മാൻ കാണുമ്പോൾ മമ്മൂക്ക പോലെ ഉണ്ടല്ലോ, ഏതോ റെസംബ്ലൻസ് ഉണ്ടല്ലോ. அந்த ഹെയർ സ്റ്റൈൽ മാറ്റിയതാണോ ഇല്ല ബോഡി ലാംഗ്വേജ് ആണോ എന്താണല്ലേ, വേറെ എന്തെങ്കിലും മമ്മൂക്ക ചെയ്ത ഒരു കഥാപാത്രമാണ്, ഒരു കമ്പാരിസൺ വരുന്നുണ്ട്. അങ്ങ് ഒരു മാജിക് ഫോളോ ആവുന്നുണ്ട്. അത് പടത്തിൽ വർക്കൗട്ട് ആവുന്ന തോന്നുന്നുണ്ട്. എല്ലാവരും പറയുന്നു, ഇത് എൻ്റെ ഒരു തനിപ്പെട്ട ഒരു അഭിപ്രായമല്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ തമിഴിലും തെലുങ്കിലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ചെയ്യുന്ന സിനിമകളൊക്കെ ഒരുപാട് ഡേറ്റ്സ് അങ്ങനെ പോകുന്നതാണ്. ഒരു വർഷത്തിൽ അങ്ങനെ കുറച്ച് ബിസിയാണ്. ഇടയ്ക്ക് ഞാൻ വന്നൊരു മലയാള സിനിമ ചെയ്യും, അങ്ങനെ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് തുടർച്ചയായിട്ട് ചെയ്യണമെന്ന് ഞാൻ അപ്പം ആഗ്രഹിച്ചത്. ഇപ്പോൾ ഒരു പക്ഷേ ഇവിടെ നിങ്ങളൊക്കെ സ്വീകരിക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്യാം. അല്ല, അത് മാറ്റാൻ വേണ്ടി മാത്രമല്ല, എന്നെ സംബന്ധിച്ചിട്ട് എല്ലാ തരം സിനിമകളും ചെയ്യണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുള്ള വ്യക്തിയാണ്. അപ്പോൾ ഇതിൽ വലിയ വലിയ സ്കെയിലുള്ള സിനിമകൾ ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഈ സിനിമ. ഓണമാണ് ഇന്ന് തന്നെ 2 പടങ്ങൾ ഇറങ്ങി, ഇറങ്ങി നല്ല വലിയ റെസ്പോൺസുകളാണ് നാളെയും കൊണ്ടലുണ്ട്. അതിൻ്റെ കൂടെയാണ് ബാഡ് ഡോസ് കാണുന്നത്. അപ്പം ഒമർ എന്ന് പറയുമ്പോൾ അറിയാം സെലിബ്രേഷൻ ഒരു മോഡാണെന്നുള്ളത്. പോസ്റ്ററുകൾ നോക്കിയാൽ ട്രെയിലർ ടീസറെല്ലാം അങ്ങനെ പോയി ശരിക്കും കളക്ഷനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. പേടിയുണ്ടോ? ഇല്ല, എന്റെ ആദ്യ ചിത്രം ഇറങ്ങിയ ഹാപ്പി വെഡിങ്, അതിന്റെ കൂടെ ഇറങ്ങിയ പടങ്ങള് കമ്മട്ടിപ്പടം, ആടുപുലിയാട്ടം, യോദ്ധാവ്, അങ്ങനെ ഒരുപാട് പടങ്ങളുടെ കൂടെ ആദ്യ സിനിമ ഇറക്കിയ വ്യക്തിയാണ്. എന്നിട്ട് ഇതിന്റെയൊക്കെ ഇടയിൽ ഹാപ്പി വെഡിങ് ഹിറ്റായിട്ട് 100 ദിവസം കയറി. അപ്പൊ പിന്നെ ഇപ്പൊ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. നല്ല സിനിമയാണെങ്കിൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയിക്കും. അതിന് നല്ല രീതിയിൽ ഞങ്ങൾ പബ്ലിസിറ്റി പരിപാടിയൊക്കെ കൊടുക്കണം എന്ന് മാത്രം. മാർക്കറ്റിംഗ് ഒന്ന് അടിപൊളിയാക്കിയാൽ മതി.